എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. കാര്യങ്ങൾ എങ്ങനെ ശരിയായ രീതിയിൽ ചെയ്യാം, ജീവിതത്തിലായാലും ബിസിനസ്സിലായാലും കുറുക്കുവഴികളിലൂടെ വിജയിക്കാൻ ശ്രമിക്കുന്നവരാണ് പലരും. എന്നാൽ സത്യസന്ധമായും ധാർമ്മികമായും ഒരു കാര്യത്തെ സമീപിക്കുമ്പോൾ മാത്രമേ അതിന് നിലനിൽപ്പുണ്ടാകൂ. നമ്മൾ ഇന്ന് കെട്ടിപ്പടുക്കുന്ന ഈ സാമ്രാജ്യം കേവലം ഇന്നത്തെ ലാഭത്തിനു വേണ്ടിയുള്ളതല്ല, മറിച്ച് വരും തലമുറകൾക്ക് കൂടി തണലേകാൻ വേണ്ടിയുള്ളതാണ്. നേതൃത്വത്തെക്കുറിച്ചും നിലവിലെ സാഹചര്യത്തെക്കുറിച്ചും പലരുടെയും ഉള്ളിൽ ഇപ്പോൾ ചില ചോദ്യങ്ങളുണ്ട്. നമ്മുടെ നായകൻ എവിടെയാണ്? എന്തുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ നേരിട്ട് വരാത്തത്? ഇതിനെല്ലാം ഒരൊറ്റ ഉത്തരമേയുള്ളൂ. അദ്ദേഹം ഇപ്പോൾ കാര്യങ്ങൾ ശരിയായ രീതിയിൽ ക്രമീകരിക്കുന്ന തിരക്കിലാണ്. ഒരു വലിയ പ്രസ്ഥാനം ലോകമെമ്പാടും വളരുമ്പോൾ അതിന് ഒട്ടനവധി നിയമവശങ്ങൾ പാലിക്കേണ്ടതുണ്ട്. നിയമപരമായ എല്ലാ തടസ്സങ്ങളും നീക്കി ലോകത്തെ എല്ലാ നിയമങ്ങളെയും ബഹുമാനിച്ചുകൊണ്ട് മുന്നോട്ടു പോകാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. വെറുതെ വന്ന് സംസാരിക്കുന്നതിനേക്കാൾ പ്രവർത്തിച്ചു കാണിക്കുന്നതിലാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. എല്ലാം കൃത്യമായി പൂർത്തിയാക്കി അദ്ദേഹം മടങ്ങിവരും. അതുവരെ നമ്മൾ വിശ്വസ്തയോടെ കാത്തിരിക്കണം. ക്ഷമയുടെയും വിശ്വാസത്തിന്റെയും പ്രാധാന്യം. ഒരു വിത്ത് പാകിയാൽ അത് അടുത്ത ദിവസം തന്നെ വലിയ മരമാകില്ല, അതിന് അതിൻ്റേതായ സമയമെടുക്കും. ഇപ്പോൾ നമ്മൾ ആ വിത്ത് വളരുന്ന ഘട്ടത്തിലാണ്. പുറമേ നോക്കുന്നവർക്ക് ഒന്നും സംഭവിക്കുന്നില്ല എന്ന് തോന്നാം, എന്നാൽ മണ്ണിനടിയിൽ വേരുകൾ ആഴത്തിൽ ഇറങ്ങുകയാണ്. ഈ സമയത്ത് പരിഭ്രാന്തരാകാതെ ക്ഷമയോടെ നിൽക്കുന്നവരാണ് യഥാർത്ഥ വിജയികൾ. നാം കാണിക്കുന്ന ഈ ക്ഷമയാണ് വരാനിരിക്കുന്ന വലിയ വിജയത്തിന്റെ അടിത്തറ. വിജയികളുടെ ശീലങ്ങൾ 1% ആളുകൾ. ലോകത്തിലെ ഏറ്റവും മികച്ച 1% വിജയികളിൽ ഒരാളാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ബാക്കി 99% ആളുകളും ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ അവസാനിപ്പിക്കണം. സാധാരണക്കാർ രാവിലെ എഴുന്നേറ്റയുടനെ ചെയ്യുന്നത് എന്താണ്? അവർ തങ്ങളുടെ കൈപ്പത്തിയിലെ ഉപകരണത്തിലേക്ക് നോക്കുന്നു, ലോകത്തിലെ നെഗറ്റീവ് വാർത്തകളും മറ്റുള്ളവരുടെ ജീവിതവും നോക്കി സമയം കളയുന്നു. എന്നാൽ വിജയികൾ അങ്ങനെയല്ല. രാവിലെ എഴുന്നേറ്റാൽ ആദ്യം സ്വന്തം മനസ്സിനെ പാകപ്പെടുത്തണം. നല്ല ചിന്തകൾക്കും നന്ദിയുള്ള മനസ്സിനും വേണ്ടി ആ സമയം മാറ്റിവെക്കണം. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ നിയന്ത്രിച്ചില്ലെങ്കിൽ മറ്റുള്ളവർ അത് നിയന്ത്രിക്കും. മാറ്റങ്ങൾ സ്വയം തുടങ്ങുക. നമ്മുടെ ചുറ്റുമുള്ള ലോകം മാറണമെങ്കിൽ ആദ്യം നമ്മൾ മാറണം. അച്ചടക്കം എന്നത് വളരെ പ്രധാനമാണ്. ഒരു വലിയ ലക്ഷ്യമുണ്ടെങ്കിൽ അതിലേക്ക് എത്താൻ ഓരോ ദിവസവും ചെറിയ ചെറിയ കാര്യങ്ങൾ കൃത്യമായി ചെയ്യണം. നമ്മുടെ കൂട്ടായ്മയിലുള്ള പലരും തങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ച് മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്നുണ്ട്. പാട്ടുകളിലൂടെയും വീഡിയോകളിലൂടെയും സന്ദേശങ്ങൾ കൈമാറുന്ന അവരെ നമ്മൾ ചേർത്തുപിടിക്കണം. നമ്മൾ ഈ യാത്ര തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. പല പ്രതിസന്ധികളും കടന്നുവന്നു, ഇനിയും വന്നേക്കാം. പക്ഷേ നമ്മൾ പോകുന്നത് ശരിയായ വഴിയിലൂടെയാണെന്ന ബോധ്യം നമുക്കുണ്ട്. കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചെയ്യുക എന്നത് പ്രയാസമുള്ള കാര്യമായിരിക്കാം, പക്ഷേ അത് നൽകുന്ന ഫലം ശാശ്വതമായിരിക്കും. ഭയപ്പെടേണ്ടതില്ല, ആരെയും കുറ്റപ്പെടുത്തേണ്ടതില്ല, നമ്മുടെ ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നമ്മൾ ഒന്നിച്ചു നിൽക്കും, ഒന്നിച്ചു വിജയിക്കും. നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആ വലിയ മാറ്റത്തിനായി നമുക്ക് ഒരുങ്ങാം. നന്ദി.